ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Nisthagallery. ഇന്ന് ഞാൻ ബൺ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ 3/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പൊറോട്ട കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണിത്. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ലപോലെ അതൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനു വേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ഇതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അതൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്താൽ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തിരിച്ച് ബൗളിലേക്ക് വെച്ച് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. നല്ല ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിനൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് വിരിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി നമുക്കതൊന്ന് ആ ബൗളിൽ വെച്ച് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ചെറിയ ബോൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഞാനിവിടെ ബോൾസായി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 10 ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു അളവ് വെച്ചിട്ട് ചെയ്തപ്പോൾ. ഇനി നമുക്കിതിനെ കൈവച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ ഓരോ ബോളിൻ്റെയും 2 സൈഡിലായിട്ട് നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ബോൾസും ഞാനിവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 1/2 മണിക്കൂർ ഒന്നുകൂടി ആ നനഞ്ഞ തുണി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ആ തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. ഒരു ബോൾ എടുത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് റോളർ വെച്ചിട്ട് പരത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ. ഞാനിവിടെ കൈവച്ചിട്ട് തന്നെയാണ് പരത്തുന്നത്. ഇനി നമുക്ക് ഈ ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനൊന്ന് ചെറുതായിട്ട് വീശി കൊടുക്കാം. ഓരോ സൈഡും മാറി മാറി പിടിച്ചിട്ട് വേണം ഇത് വീശിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പോലെ ഒന്ന് വീശിയെടുക്കാം.
ഇനി നമുക്ക് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് നീളത്തിൽ ഇതാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ ചുറ്റിയെടുക്കുന്നത് പോലെ ഇതിങ്ങനെ ചുറ്റിയെടുക്കാം. എന്നിട്ട് ആ ലാസ്റ്റ് ഭാഗം ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു മാവ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മാവും ഞാനിതുപോലെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചുറ്റി വെച്ച മാവെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കൈവച്ചിട്ട് തന്നെയാണ് ഞാനിതും ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ട് ഇങ്ങനെയൊന്ന് പരത്തി കൊടുക്കാം. കൂടുതലായിട്ട് വലിപ്പമാക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് ബൺ പൊറോട്ടയാണല്ലോ. അപ്പോൾ ആ ഒരു ബൺ സൈസിലൊക്കെ മതിയാവും. ഇതാ ഈ ഒരു അളവിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പരത്തി വെച്ച ഓരോ പൊറോട്ടയും വെച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ടതാണ്, എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട തയ്യാറാക്കാമല്ലോ. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് വീഡിയോയിലായതുകൊണ്ട് കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ രണ്ട് സൈഡും ഒക്കെ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊറോട്ടയെല്ലാം നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൽ നിന്നും മാറ്റാം. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാ പൊറോട്ടയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുട്ടെടുത്ത പൊറോട്ടനെ ഇതുപോലെ ഒന്ന് അട്ടി വെച്ചതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതാ നോക്കിയാൽ നമ്മുടെ പൊറോട്ടയൊക്കെ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലപോലെ കുക്കായിട്ടുമുണ്ട്. ഈ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഞാനിന്ന് എഗ്ഗ് കുറുമയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ പൊറോട്ട ഒരു കഷ്ണം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അത് നല്ല സോഫ്റ്റും അതേപോലെ നല്ല പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പൊറോട്ടയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.